മധുവിധുവാണ് ജോയിൻ ചെയ്യുന്നത്. മസ്താനിയുടെ മധുവിധു അല്ല, ആയിട്ടില്ല. കേരളത്തിലെ മിക്ക ആളുകൾ ഉച്ചക്ക് ഫുഡ് കഴിക്കുന്നത് ഇവരുടെ വീഡിയോസ് കണ്ടിട്ടാണ്. അതിലൊരാളാണ് ഞാൻ. അതെ, ഭക്ഷണം കഴിക്കുമ്പോൾ സഞ്ജയ് ലക്ഷ്മിയുടെ വീഡിയോ. അപ്പൊ എങ്ങനെയാ ഇതിന്റെ ഇടയിൽ ഈ സിനിമയിലേക്കും കൂടി വന്ന് ഫുൾ തിരക്കല്ലേ? സിനിമയാണ് നമ്മുടെ ലക്ഷ്യം. എന്റെ ലക്ഷ്യം മെയിൻ സിനിമയിൽ വരിക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു അത് മലയാള സിനിമ ഒരു ചെറിയ ലക്ഷ്യമാണ്. മെയിൻ ലക്ഷ്യത്തിലേക്ക് പോകുന്നുള്ളൂ. ദുരന്തർ 3 പുള്ളിയാണെന്ന് കേൾക്കുന്നത്. റിയൽ ലൈഫിൽ എപ്പോഴെങ്കിലും ബിന്ദു ചേച്ചിയുടെ ഏതെങ്കിലും ഒക്കെ ഡയലോഗ്സ് യൂസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും? അയ്യോ, ഉണ്ടാവും കുറെ. കൂടുതലും മറ്റേ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രങ്ങളൊക്കെ തന്നെ. ഏതാ? ഇഷ്ടംപോലെ എന്തോരം കൂൾ ഡ്രിങ്ക്സ് ഒക്കെ സ്ഥിരം ഐറ്റമായിരുന്നു. ബ്രോയിലറായി ഇതൊക്കെ എപ്പോഴും യൂസ് ചെയ്യും. എന്തോരം വേർഡ്സ് ആണ് അതിനകത്ത് അമ്മ തന്നെ തന്നേക്കുന്നത്. റിയൽ ലൈഫിൽ ഒരു മധുവിധു സെലിബ്രേറ്റ് ചെയ്യാൻ ഇപ്പൊ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ എവിടെ പോകും? ഞാൻ എന്റെ വീട്ടിൽ പോകും. കല്യാണിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒരു ദിവസം ഹാൻഡിൽ ചെയ്യാൻ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ ഫസ്റ്റ് എന്തായിരിക്കും? അപ്പൊ തന്നെ സ്റ്റോറിയിടും പ്ലീസ് സബ്സ്ക്രൈബ് ഫസ്റ്റ് പേര് മാറ്റും സഞ്ജു ലക്ഷ്മി. എല്ലാവർക്കും വിഷുക്കായി നീട്ടാം. മസ്താനിക്കൊക്കെ കൊടുക്കൂ ചേട്ടാ. നമ്മൾ ഇത്ര നേരം ഇന്റർവ്യൂ ചെയ്തു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ്, ഹലോ, എല്ലാവർക്കും വെറൈറ്റി ഇൻട്രോ ലാസ്റ്റ്. ഹായ്, ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എന്റെ കൂടെ മധുവിധു എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ടീം മധുവിധു ആണ് ജോയിൻ ചെയ്യുന്നത്. മസ്താനിയുടെ മധുവിധു അല്ല, ആയിട്ടില്ല. വെൽക്കം. മധുവിധുന എങ്ങനെയുണ്ടായിരുന്നു മധുവിധു? നല്ലായിരുന്നു. ഇതൊരു വിഷു സ്പെഷ്യൽ മൂവി ആണെങ്കിൽ പോലും ട്രെയിലർ കാണുമ്പോ എനിക്ക് തോന്നുന്നു തെക്കേടുത്ത തറവാടിന് ശേഷം സ്ത്രീകള് വാഴാത്തൊരു തറവാടാണെന്ന് തോന്നുന്നുണ്ട്. ട്രെയിലറൊക്കെ വാഴാത്ത തറവാടൊന്നുമില്ല. അവിടെ ആക്ച്വലി ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളില്ലാത്തൊരു കാലഘട്ടത്തിലാണ് എന്റെ കല്യാണം നടക്കുന്നത്. അത്രേ ഉള്ളൂ. അവിടെ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടെ, സ്ത്രീകളില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ആണുങ്ങൾ അവിടെ ഉണ്ടായത്. അതെ, സ്ത്രീകളില്ലാതെ ഒരിക്കലും സ്ത്രീകളുണ്ട്. പക്ഷെ സ്ത്രീകൾ അക്കാലഘട്ടം എന്റെ കല്യാണം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ അമ്മമാരോ പെൺകുട്ടികളോ പെങ്ങന്മാരോ ഇല്ല. ഇതൊരു ഹൊറർ മൂവിയാണോ? ഓക്കെ. ഇപ്പൊ കൊറേ സിനിമകള് ഷറഫൊക്കെയാണ് വെച്ച് കൊറേ എഴുതിയിട്ടുണ്ടല്ലോ. മൂന്നാമത്തെ ഹിറ്റ് ആവുമ്പോഴാണ്. അപ്പൊ ഷറഫൊക്കെ ഒരു ലക്കി ഫാക്ടറാണ്. പുള്ളി തിരിച്ചാ പറയാറ്. ഇവനാണ് ലക്കി എന്നുള്ളത്. ശരിക്കും ലക്കി ഇത് രണ്ടുമല്ല. ഈ 3 വർഷത്തിലുള്ള വേറെ സാറാണ്. ശരിക്കും ഞാനാണ്, നിങ്ങൾ എന്നെ മാറ്റിയിട്ട് ചെയ്ത അറിയത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. ചെറിയ റോള് ത്രൂ ഔട്ട് ചെയ്യുന്ന ചെറിയ റോളിൽ വിളിക്കും. പക്ഷെ എല്ലാ സീനിലും പണ്ട് നമ്മൾ പഴയ കല്യാണ ആൽബം എടുക്കുമ്പോഴേ ആ ഫോട്ടോസിലെല്ലാം ആ നാട്ടിലെ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു പയ്യൻ അതുപോലെ ബോബന് മുകളിൽ പട്ടി ഒരിടത്തും ഫ്രെയിം കേടുന്നുണ്ടല്ലോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് പക്ഷെ ഈ ചില അമ്മമാരെ പോലെയാവും പരിപാടി നിന്നും. ഇവനെ പറ്റിക്കാൻ വേണ്ടി ആശാൻ സിനിമ പോലെ വേറെ സ്ഥലത്ത് കള്ള ഷൂട്ട് എടുത്തു. ഇവ അവിടെ പോയി നിന്ന്. അപ്പൊ ഞങ്ങള് വേറെ ഷൂട്ട് പിന്നല്ലാണ്ട് ഞങ്ങള് വേറെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒഴിവാക്കാൻ പറ്റും. പക്ഷേ തിരക്ക് എല്ലാ ദിവസവും റീൽസ്
യൂട്യൂബിൽ കോണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു കേരളത്തിലെ മിക്ക ആളുകൾ ഉച്ചക്ക് ഫുഡ് കഴിക്കുന്നത് ഇവരുടെ വീഡിയോസ് കണ്ടിട്ടാണ്. അതിലൊരാളാണ് ഞാൻ. അതെ, ഭക്ഷണം കഴിക്കുമ്പോ സഞ്ജയ് ലക്ഷ്മിയുടെ വീഡിയോ. അതെ, നമുക്ക് ചോറ് ഇറങ്ങില്ല. അപ്പൊ ഇതിന്റെ ഇടയിൽ വീഡിയോയുടെ താഴെ എല്ലാം ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്യുന്നത് കൂടുതൽ ഉച്ചയ്ക്ക് 2 മണിക്ക് വീഡിയോ. അതെ അതെ, ഫുഡ് എടുത്തവരൊക്കെ കമന്റ് അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അല്ല, പക്ഷെ ശരിക്കും അങ്ങനെ ഉണ്ട്. അപ്പൊ എങ്ങനെയാ ഇതിന്റെ ഇടയിൽ ഈ സിനിമയിലേക്കും കൂടി വന്ന് ഫുൾ തിരക്കല്ലേ? സിനിമയാണ് നമ്മുടെ ലക്ഷ്യം. എന്റെ ലക്ഷ്യം മെയിൻ സിനിമയിൽ വരിക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു അത് മലയാള സിനിമ ഒരു ചെറിയ ലക്ഷ്യമാണ്. മെയിൻ ലക്ഷ്യത്തിലേക്ക് പോകുന്നുള്ളൂ. ദുരന്തർ 3 പുള്ളിയാണെന്ന് കേൾക്കുന്നത്. അക്ഷരം മാറിയ കറക്റ്റ് ദുരന്തർ എന്നുള്ളതേ അക്ഷരങ്ങളൊക്കെ മാറ്റിയ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കഷ്ടപ്പെടുന്നത്. അപ്പൊ സിനിമയുടെ ഡേറ്റ് കിട്ടുന്ന സമയത്ത് നമ്മൾ അപ്പോഴത്തേക്കുള്ള വീഡിയോസ് ഒക്കെ നേരത്തെ എടുത്ത് വെക്കുന്നത്. എന്നിട്ടാണ് പക്ഷെ ശരിക്കും വീഡിയോസിന്റെ കമന്റ്സ് എടുത്ത് കുറച്ച് നേരത്തെ നിങ്ങൾ സംസാരിക്കുന്നത് കണ്ടപ്പോഴേ തോന്നി എന്തോ ഒരു ഡീലുണ്ട് പരിപാടി. ഇടക്കിടക്ക് ജീപേ ഓക്കെ അല്ലേ? ഷർഫുക, ഞാൻ കഴിഞ്ഞ ദിവസമാണ് പ്രതിച്ഛായ കണ്ടത്. അത് ഇപ്പൊ പറയണം എന്തായാലും. ഭയങ്കര സൂപ്പർ സ്ലോ മോഷൻ ആണെങ്കിലും ഫ്രെയിംസ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. സ്ലോ മോഷൻ നന്നായിട്ട് ഷൂട്ട് ചെയ്തു. ഷെറഫുക്ക് നല്ല രസമായിരുന്നു. ആ ക്യാരക്ടറായിരുന്നു ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോ ഏറ്റവും കൂടുതൽ ഓർത്തത്. ആണല്ലേ? ഭയങ്കര രസമായിരുന്നു കാണാൻ. ഞങ്ങളിങ്ങനെ ഇങ്ങനെ മാത്രം ഇത്രയും സ്ലോ മോഷൻ അങ്ങനെയായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു ഓരോ ഫ്രെയിംസ്. സൂപ്പർ ആയിരുന്നു. ഇതിലേക്ക് വരുമ്പോഴേക്കും എനിക്ക് ഇത് കഴിഞ്ഞിട്ടാണ് അതിലേക്ക് പോയത്. അതാണ് ഇത് കഴിഞ്ഞിട്ടാണ്. ഇതിലെ ക്യാരക്ടർ എങ്ങനെയാ? ഇതിലൊരു നാട്ടിൻപുറത്ത് ഉള്ള അല്ലെങ്കിൽ ഒരു സിറ്റിയുടെയൊക്കെ അടുത്തൊക്കെ താമസിക്കുന്ന ഒരു വീട്ടിലുള്ള ഒരു ഇതുപോലത്തെ വീട്ടിലെ പയ്യനാണ്. ഇപ്പം എന്താ പറയുക, എന്നാൽ പുള്ളി കുറച്ച് മോഡേൺ ആവാനൊക്കെ ശ്രമിക്കുന്നു. പുള്ളി സ്വന്തമായിട്ടൊരു കാഫേ ആക്കിയിട്ട് പുള്ളി ഷെഫാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്. വീട്ടില് പക്ഷെ വീടാണെല്ലാം ഞാൻ ജോലിക്ക് പോയി തിരിച്ചു വന്നു. അതിപ്പോ ആ വീട്ടിലെല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. എല്ലാവരും അവരുടെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് വീട്ടിലെ ആ വൈകുന്നേരമാണ് എല്ലാവരുടെയും ഹാപ്പി അല്ലേ? നമ്മുടെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ചെറിയ ഇതും ഒക്കെ ആയിട്ടുള്ള പരിപാടിയാണ്. അവിടെ സഞ്ജു ഉണ്ടാവും, ടിങ്കു ഉണ്ടാവും, അപ്പൊ അങ്ങനെ ഉള്ളൊരു ഫാമിലി, അങ്ങനെയുള്ളൊരു സെറ്റപ്പിലാണ് നമ്മളെ ഇത്. അപ്പം അവിടെ കല്യാണ പ്രായം എത്തിയിരിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ എന്റെ കല്യാണം പ്ലാൻ ചെയ്യുന്നതാണ് സിനിമ. അതിൽ നിന്ന് എന്റെ മധുവിധിയിലേക്കുള്ള യാത്രയാണ് സിനിമ. എങ്ങനെയുണ്ടായിരുന്നു ആ യാത്ര? സൂപ്പർ ആയിരുന്നു. ഫസ്റ്റ് മൂവി ആണ്, പക്ഷെ എന്നാലും നമ്മുടെ ഓൾറെഡി ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഓൾറെഡി ഫെമിലിയർ ഫേസാ. അപ്പൊ നമുക്ക് ഒരു എന്താ പറയാ, ആ കല്യാണി ആ ഒരു എന്താ നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരാളുടെ ഒരു സ്റ്റാർട്ടിങ് ആണല്ലോ. അപ്പൊ എന്നാലും എങ്ങനെ ഉണ്ടായിരുന്നു ഒരു പുതിയതായിട്ടൊരു സിനിമയിലേക്ക് അഭിനയിക്കുമ്പോ, അതും ഇത്രയും വലിയ ആൾക്കാരുടെ കൂടെ? ഭയങ്കര നല്ല, ഭയങ്കര അടിപൊളി. ആൾക്കാരൊന്നും വീട്ടിൽ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര എന്താ പറയാ, എല്ലാരും കംഫർട്ടാക്കി അങ്ങനെ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. സാധനം സങ്കടായി പടം തീർന്നപ്പോ. ഒരു ഫാമിലി പോലെയായിരുന്നു ശരിക്കും. നമ്മുടെ സിനിമ എന്നുള്ളതല്ല, കല്യാണിയുടെ ഫസ്റ്റ് പടം എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ട് അല്ലേ? നമ്മള് എല്ലാവരും ആ രീതിയിലാണ്. അയ്യോ അങ്ങനെ ആയിരുന്നു. സെറ്റില് മൊത്തം അങ്ങനെയായിരുന്നു ശരിക്കും. ചിറ്റപ്പൻ, അമ്മു, ലൈക്ക് അങ്ങനത്തെ ഒരു എന്താ പറയാ, ശരിക്കും ജീവിച്ച പോലെ ഒരു നല്ല രസമുണ്ടായിരുന്നു. എന്റെ ഇതിലൊരു ക്യാരക്ടർ എങ്ങനെയാ? സ്നേഹ മാർക്കോസ്, നസ്രാണിക്കുട്ടിയാണ്. അത്രേ ഉള്ളൂ, ബാക്കി സിനിമ ആണ്. ഈ ഒരു എനിക്ക് തോന്നുന്നു ഒരുപാട് സിനിമകൾ ഇതിനു മുന്നേയും വന്നിട്ടുണ്ടാവണല്ലോ, പക്ഷെ ഇത് മാത്രം സെലക്ട് ചെയ്ത് ഇതിലേക്ക് വരാമെന്ന് തോന്നിയത് എന്തായിരുന്നു? ഇതായിരിക്കും നല്ല സമയം. അയ്യോ അത് പറയണം കേട്ടോ. ഞാൻ പടക്കളം കണ്ട് എന്റെ തിയേറ്ററിൽ ഇങ്ങനെ ജെല്ലായിട്ടിരിക്കും. എന്റെ പൊന്നെ ഗ്ലാമർ മനുഷ്യന്ന് ആലോചിച്ചിരിക്കുന്നു. ഇതേ ചിന്തയാണ് പ്രതിച്ഛായ കണ്ടപ്പോഴും ഞങ്ങൾക്ക് തോന്നിയത്. പക്ഷെ ഞാൻ പറയട്ടെ, അപ്പൊ
ഭയങ്കര കേക്ക് ഭയങ്കര ഗ്ലാമർ. ഓ അത് രസം ഇങ്ങനെ കാണാന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്ന ആ വീക്കിലാണ് എനിക്ക് സിനിമ വരുന്നത്. പറഞ്ഞു ഹീറോ എന്ന് പറഞ്ഞാൽ ഞാൻ അല്ല അത് ഞാൻ ചോദിക്കാതെ നമ്മളിവിടെ കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞു നിങ്ങൾ പടക്കളം തള്ളി വെച്ചു. അതെ, അത് മാത്രല്ല ഭയങ്കര സുന്ദരനായിരുന്നു. നിങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കണോടത്തുണ്ട്, അവിടെ നിന്നോട്ടെ എല്ലാവരും. ഊണ് കഴിക്കാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കണമെങ്കിൽ നീ വേണം കേരളത്തിന്. ബാക്കി മറ്റേ ചായയും വൈകുന്നേരം ഡിന്നറൊക്കെ ഞാൻ നോക്കട്ടെ എന്താന്നുള്ളത്. അതിനും കൊടുക്കുമായിരിക്കും 3 പേര്. അടിപൊളിയായിരുന്നു. ഞാൻ ചിറ്റപ്പൻ, കൊച്ചിച്ചൻ, കൊച്ചണ്ണൻ, ആ പടങ്ങളെല്ലാം ദൈവം അത് കാരണം നമ്മളിപ്പോ ഒരു വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. അതിന്റെ ആ മൂഡ് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇത്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടാലല്ലേ പ്രേക്ഷകർ ഇഷ്ടപ്പെടും. അപ്പൊ മാനസികമായിട്ടും ശാരീരികമായിട്ടും പടം കാണുമ്പോൾ മനസ്സിലാവും. ഇതൊക്കെ കണ്ട് ആരെങ്കിലും പറയോ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരോട്? അങ്ങനെ അല്ല, ഭയങ്കര രസമായിരുന്നു പടം ചെയ്യാനും. സ്ക്രിപ്റ്റ് കേട്ടപ്പോഴേ ശരിക്കും ഈ പടത്തില് ഓഡിയൻസ് കാണുമ്പോഴാണെങ്കിലും അവർക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അവർ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു കഥാപാത്രം ഒരു പക്ഷേ അംബരീഷ്, അഞ്ചിലുമുട്ടിൽ അംബരീഷ് അസീസൊക്കെ ചെയ്ത ഇങ്ങനെ ചിറ്റപ്പനോ ഇങ്ങനെ ഒരു ചേട്ടനെയോ ഇങ്ങനെ അനിയനെയോ ഒക്കെ എല്ലാ കുടുംബത്തിലും കണ്ടുപോകും. അത് ഈ അയാളുടെ കുടുംബത്തിന് വേണ്ടി ഇടിക്കും, മരിക്കും, എന്തും ചെയ്യും. കുടുംബമാണല്ല എന്ന് പറയുന്നവരാണ്. അതല്ല നമുക്ക് റിലേറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരാളുണ്ട്. അപ്പൊ അത് അവിടെ വരെ പറയാം. പിന്നെ നമ്മൾ ഈ സ്ക്രിപ്റ്റ് പറയുന്ന ആദ്യം തൊട്ട് ഇപ്പൊ ഷറഫ് തൊട്ട് പ്രൊഡക്ഷനിലായാലും ആരോടായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ചിറ്റപ്പൻ ആരാ ചെയ്യുന്നത്. അപ്പൊ അതിന് ആ ഒരു ഇമ്പോർട്ടൻസ് പുള്ളിക്കുണ്ട്. അപ്പൊ ആ പേടി പുള്ളിക്കുണ്ടായിരുന്നു. എന്നോട് ഫസ്റ്റ് എന്റെ കഥ പറയാൻ ബിബി വിളിച്ചപ്പോഴും ഒരു രസമുണ്ട് കേട്ടോ. ഈ കഥ ഞാൻ 2-3 പേരുടെ കേട്ടപ്പോൾ അവർ ചോദിച്ചു ചിറ്റപ്പൻ ആരാ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെടാ. പിന്നെ വേറൊരാൾ പറഞ്ഞു ചിറ്റപ്പൻ ആരാ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ചിറ്റപ്പൻ സൂപ്പറാണ്. അപ്പൊ കേട്ടോ എന്നിട്ട് കഥ പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചു എന്റെ ക്യാരക്ടർ ഏതാണ്. ചേട്ടനാണ് ചിറ്റപ്പൻ. ഞാൻ പറഞ്ഞു വെറുതെ അല്ല നീ അതാരാ ചെയ്യുന്ന. എന്നെ ആദ്യം പേടിപ്പിച്ചു. ചെയ്യാനുണ്ടോ അതിനകത്ത്? ഞാൻ ചോദിച്ചു ഞാൻ ചിറ്റപ്പന് ഷറഫ് ഓക്കെ ആണോ ഞാൻ ചോദിച്ചു. ഇല്ലെന്നില്ല പറഞ്ഞത് നിങ്ങളെ പ്രായം വെച്ച് ഷറഫ് ഓക്കെ പറഞ്ഞു. ഷറഫിനാ എന്റെ പ്രായം വെച്ച് ഷറഫ് പിന്നെ ചിറ്റപ്പ ഇതെന്താ അറിയോ, ഇവർക്ക് രണ്ടുപേർക്കും ഹൈറ്റ് ഉണ്ട്, ഏകദേശം ഒരേ കളർ ടോൺ ആണ്, ഒരേ ലുക്ക് ഉണ്ട്, ലുക്ക് ഉണ്ട്. അത് വരുമ്പോ ഫാമിലി ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഇതിൽ വെക്കുമ്പോഴേ നമുക്കൊരു കുടുംബം തോന്നണം. നിങ്ങൾ ടോണൊക്കെ നോക്കി ഞങ്ങൾ കമ്പ്യൂട്ടറിലിട്ട് ചാറ്റ് നമ്മള് വെക്കുമ്പോ കറക്റ്റ് ആയിട്ട് ഉള്ള ആൾക്കാരാണ് വെക്കുന്നത്. അഭിനയിക്കാൻ അറിയുന്ന ആൾക്കാരാവണം, നമ്മൾ ഈ പറയുന്ന രീതിയിൽ പെർഫോം ചെയ്യുന്ന നമുക്ക് പ്രതീക്ഷയുള്ള ആൾക്കാർ. പിന്നെ കാണുമ്പോൾ നമുക്കൊരു കുടുംബം തോന്നും. അതെല്ലാം കൂടെ മാച്ചാവാന്ന് പറഞ്ഞൊരു സംഭവം. അത് നമുക്ക് എഴുതുമ്പോ തന്നെ ആ രൂപങ്ങൾ വരുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നിന്നെ വിളിച്ചത് അത് ശരി. ഒരു രൂപല്ലേ ഇപ്പോൾ ഈ സാറ് എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഒരു രൂപ ഉണ്ടല്ലോ, ഒരു രൂപ സാറിന് ആരും കിട്ടൂല. എന്ത് അവസാനം ആ രൂപ സാറെടുക്കും. അങ്ങനെ പരിപാടി അറിയാണ്ട് വന്നാട്ടോ. പക്ഷെ ഇതില് സാറ് കേറാൻ നോക്കിയപ്പോ ഈ സാറ് അവൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് നമുക്കൊരാള് ആ സ്പോട്ടില് ആള് കിട്ടിയില്ല, നല്ലൊരു ആക്ടർ കിട്ടിയില്ല. ആ സമയത്ത് കിട്ടിയില്ല. നേരത്തെ പറഞ്ഞ പോലെ ബാഹുബലി
അപ്പോ മഴയിൽ നിന്നോണ്ടിരിക്കുക, അപ്പൊ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ തന്നെ താടിയൊക്കെ ഉണ്ടായിരുന്ന വടിച്ച് പിടിച്ച് വേറൊരു ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് ഡ്രസ്സ് എല്ലാവരെയും ഭാഗവും. പക്ഷെ അങ്ങനെയാണെങ്കിലും അങ്ങനെ പറഞ്ഞിട്ട് ഈ രീതിയിലേക്ക് അല്ല, അങ്ങനെയാണെങ്കിലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സീനിന്റെ നടുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ നോക്കിയാലും കട്ട് ചെയ്യാൻ തിരിഞ്ഞു മറിഞ്ഞു നോക്കിയാലും കട്ട് ചെയ്യാൻ പറ്റും. സാറ് കറക്റ്റ് അവിടെ പ്ലാൻ ചെയ്തു. എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ അന്ന് ഏറ്റിരുന്ന ആക്ടറല്ലേ വരാമെന്ന് പറഞ്ഞിരുന്നത്, പുള്ളി എവിടെയോ വണ്ടിയിൽ വീണെന്ന് ഓക്കെ ഞാന് എന്തോ ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് അന്ന് മറ്റേ ഫുഡിന്റെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് 3 മുട്ട പോയിട്ടുണ്ട്, സ്കെച്ച് പേനിയും പോയിട്ടുണ്ട്. സാറ് മുട്ട പരിപാടിയല്ല, സാറ് ഡയറക്റ്റ് ഓപ്പറേഷൻ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 2 സിനിമകളിലാണെങ്കിലും എഴുതുന്ന സമയത്ത് എന്താ ഷറഫക്കയുടെ ഫേസ് മാത്രം വന്നത്? എഴുതുന്ന സമയത്ത് ഷറഫക്കയുടെ ഫ്രണ്ട് ഇരിക്കുകയല്ലേ? ശരിക്കും പെറ്റ് എങ്ങനെയാണ് എഴുതിയത്? പെറ്റ് എഴുതുമ്പോ അങ്ങനെയല്ല, ഷറഫക്കാണ് ചെയ്യുന്നതെന്ന് അറിയാം, ഷറഫക്ക പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണെന്ന് അറിയാം. അങ്ങനെയാണല്ലോ നമ്മള് അതിന്റെ മുഖം വെച്ചില്ലെങ്കിണ്ടല്ലോ ഷറഫക്കയുടെ എല്ലാ മീറ്ററും അറിയാം, എന്താ അറിയാം. മധുരമാവൂരും മധുവിധവും ഷറഫക്കയ്ക്ക് വേണ്ടി എന്നുള്ള എഴുതിയല്ല, പിന്നെ അതിന്റെ ഷറഫക്ക ആയി കഴിഞ്ഞ ശേഷം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടികൾ അങ്ങനെ ഇങ്ങനെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഷറഫലിന് വേണ്ടിയിട്ടുള്ള നുറുങ്ങ തമാശകൾ, നുറുങ്ങ നമ്പരുകൾ, അത് പറയുമ്പോഴല്ലേ ഓർമ്മ പറയാൻ പറ്റത്തുള്ളൂ. മധുര മനോഹര മോഹത്തിലാണെങ്കിലും ഷറഫിന്റെ ചിരി കാര്യങ്ങൾ ചില സമയത്തുള്ള പരിപാടികൾ ഒരു സാധാരണ ഒരാളായിട്ട് വന്ന് നിൽക്കുമ്പോ ഭയങ്കര കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. വെരി സിമ്പിൾ ആയിട്ട് നമുക്ക് കൊണ്ടുവന്നിട്ട് അയാളെ ലാൻഡ് ചെയ്യിപ്പിക്കാൻ എളുപ്പം. ഒരു നെക്സ്റ്റ് ഡോർ ബോയ് എന്നുള്ള ഒരു സാധനത്തില് ഞങ്ങൾക്ക് അത് വേണമായിരുന്നു. അപ്പൊ എഴുതി ഒരു പോയിന്റിൽ എത്തുമ്പോ നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് ചില ആൾക്കാർ നമ്മുടെ മനസ്സിൽ കുറച്ച് കഴിയുമ്പോഴാണ് മുഖം എടുത്ത് വെച്ചിട്ട് എഴുതിയിട്ടുള്ള പടമല്ല. സീരിയസ്ലി ഇപ്പൊ ഷറഫാണെങ്കിലും ഞങ്ങൾ ഇത്ര പരിചയങ്ങളായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. എനിക്കറിയാം മധുവിധും മധുരമനോരമവും എന്നെ പ്ലാൻ ചെയ്ത് എഴുതിയ കഥകളല്ല, അല്ല വേറെ പ്ലാനുകൾ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സഞ്ജു ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ പടം 17-ാം തീയതി വരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത പരിപാടിയിലേക്ക് കയറുമ്പോഴേക്ക് 2 ട്രേ ഒക്കെ ഇട്ടാ പോണേ. ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ ചെയ്യാൻ വേണ്ടിട്ട് പരിപാടി സഞ്ജു പിന്നെ 2 ട്രേ അപ്പൊ അല്ല ബേസിക്കലി ഇതാണ് ഷറഫിനെ നമുക്ക് അങ്ങനെ കൊണ്ടുവന്ന് അവതരിപ്പിക്കാൻ എളുപ്പം. ആൾക്കാര് ഷർഫുദ്ദീൻ കോമഡി ചെയ്യുന്ന ആളുകൾക്ക് ഇഷ്ടമാണെന്ന് മനസ്സിലായിട്ട്, അതിപ്പോ പടക്കളത്തിൽ ഒരു നെഗറ്റീവ് ടച്ച് ഉള്ള കോമഡി ആണെങ്കിലും മധുരമനോരം പോലത്തെ കോമഡി പരിപാടി ഹലോ മമ്മി ആണെങ്കിലും, ഈ ഹലോ മമ്മി സമയത്താണ് ഞാൻ ഇതിന്റെ ഒരു പീക്ക് ആ ഒരു റെസ്പോൺസ്. പക്ഷെ മധുരമനോരം കഴിഞ്ഞ് ആ ഒരു ഇത് നിൽക്കുമ്പോൾ ഫാമിലിയിൽ ഒരു ഹീറോ ആയിട്ട് നിന്നുകൊണ്ടുള്ള സാധനം ഹലോ മമ്മി ഞാൻ ഭയങ്കരമായിട്ട് കണ്ടിട്ടുണ്ട്. അതിന്റെ നമ്മുടെ സുഹൃത്തുക്കളാണ് അതിന്റെ ടീമിലുള്ളവരെല്ലാം. അപ്പൊ അവരുടെ കൂടെ നിൽക്കുമ്പോഴാണ് അവർക്ക് വരുന്ന റെസ്പോൺസുകളും കോളുകളും അതിന്റെ കമന്റ്സും കാര്യങ്ങളും വായിച്ചപ്പോൾ നമുക്കത് മനസ്സിലായി ഈ ഒരു സാധനം അതിൽ പീക്കാണ്. അദ്ദേഹം അത് മനസ്സിലാക്കിയ കോമഡി ട്രാക്കിൽ തന്നെ പോയാൽ നല്ലതായിരിക്കും നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ ഞാനും പറഞ്ഞു കോമഡി പടം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. അതൊരു ഭയങ്കര സ്പേസ് അവിടെ ഉണ്ട്. അങ്ങനെ ജയകൃഷ്ണന്റെ ഇത് ഏറ്റെടുത്തിട്ട് ഞാൻ 6 വില്ലൻ വേഷം പക്ഷേ നെഗറ്റീവായിട്ട് ചെയ്യുമ്പോഴും നല്ല ജയ് പറഞ്ഞ ഇപ്പൊ എന്റെ കോമഡി ആക്ച്വലി ജയ് പറഞ്ഞ പോലെ ഞാൻ കോമഡി ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറയുന്നത്. പക്ഷെ ശരിക്കും അങ്ങനെ കോമഡി ചെയ്യാതിരിക്കുവോ അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻ അല്ല. അതിനെ പറ്റി നല്ല സിനിമകളാണ്. ഹലോ മമ്മി എനിക്ക് ആക്ച്വലി ഭയങ്കര ആ സിനിമയുടെ കഥ കേട്ട് അപ്പൊ തന്നെ ഞാൻ ഓക്കെ പറഞ്ഞാണ്. മധുരമനോരമോ അതുപോലെ തന്നെ അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞാണ്. വടക്കളോ അതുപോലെ തന്നെ. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ ഹ്യൂമർ ക്യാരക്ടേഴ്സ് കിട്ടുമ്പോ അതങ്ങ് ചെയ്യും. അതുപോലെ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ വരുന്നതെല്ലാം അങ്ങനെ പിടിക്കാൻ പറ്റുന്ന പറ്റില്ല. പക്ഷെ ഇനിയിപ്പോ ചെയ്യാൻ പോകുന്നതിലും ഇനി ചെയ്യാൻ പോകുന്ന സിനിമകളൊക്കെ ഇനി ഷൂട്ട് ചെയ്യാൻ പോകുന്ന സിനിമകളൊക്കെ ഈ പറഞ്ഞാലും ഇൻട്രസ്റ്റിംഗ് ആണ്. കോമഡി പരിപാടിയൊക്കെ ഉള്ളതാണ്. ഷറഫുകൾക്ക് പേഴ്സണലി കുറച്ചുകൂടി കംഫർട്ടബിൾ എന്താ, കോമഡി ചെയ്യാനാണോ അല്ലെങ്കിൽ ഭയങ്കര ക്ലാസ് വില്ലൻ അങ്ങനത്തെ സാധനങ്ങളാണ്? എല്ലാ ടൈപ്പ് വില്ലന്മാരെ എല്ലാം ചെയ്യണമല്ലോ. അപ്പൊ എല്ലാം ചെയ്യുമ്പോൾ നമുക്കത് നമ്മളും ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ കോമഡി ചെയ്യുമ്പോന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കോമഡി മൂഡായിരിക്കുമല്ലോ മൊത്തത്തിൽ ആ സെറ്റ് കൂടെയുള്ള ആക്ടേഴ്സ് എല്ലാവരുടെയും ചിന്തകളിലൊരു കോമഡി അല്ലേ. ഇപ്പൊ ഒരു മറ്റേ 5-10 പോലെ മറ്റേ പന്നി ഫാമിലിട്ട് വെട്ടുമ്പോ നമുക്ക് ഒരിക്കലും അത് സുഖമുള്ള ആംബിയൻസ് ഒന്നും ആയിരിക്കില്ല. മറ്റേ
അപ്പൊ സ്വാഭാവിക കോമഡി ചെയ്യുമ്പോൾ സുഖമുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ സിനിമകൾ ചെയ്യുമ്പോൾ അതിന്റെ ഭയങ്കര സന്തോഷമുണ്ട്. അത് തരുന്ന ഹൈ. ഇപ്പൊ പറഞ്ഞ ജബദരയാണ് എനിക്ക് ഏറ്റവും ഹൈ തന്ന സിനിമ ആഫ്റ്റർ പ്രേമം. അപ്പൊ അങ്ങനെ ഒരു സത്യമുണ്ട്. പക്ഷെ ഇപ്പൊ ഇത്രയും പറഞ്ഞെങ്കിലും എനിക്ക് ഷറഫുദ്ദീൻ ആസാൻ ആക്ടർ ഏറ്റവും ഇഷ്ടമുള്ള 2 പടം ഭരതനും റോഷാക്കുമാണ്. ഭരതനും റോഷാക്കും കഴിഞ്ഞിട്ട് ഇവർ നമ്മൾ ചെയ്ത പടം പോലും എനിക്കുള്ളത്. ശരിക്കും നമുക്ക് ദേഷ്യം വീട്ടില് 2 ലെജൻസ് ഉണ്ട്. അപ്പോ ഫിലിമിലേക്ക് വരുന്ന സമയത്ത് അവർ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു അഡ്വൈസ് തരുമല്ലോ, ഇതൊക്കെ ചെയ്യണം, ഇതൊക്കെ നോക്കണം. അങ്ങനെ കീപ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്താ അവര് പറഞ്ഞതില്? ഏതൊരു കഥാപാത്രമാണെങ്കിലും അത് എന്താ പറയാ, അവരെന്തായിരിക്കും അപ്പം മനസ്സിൽ അനുഭവിക്കുക, ജസ്റ്റ് ആ ക്യാരക്ടർ ആവുക, അതുപോലെ ബിഹേവ് ചെയ്യുക, അത്രേ ഉള്ളൂ. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇതിലിപ്പോ നിങ്ങൾ ഫാമിലി ആയിട്ട് ഉണ്ടെന്ന് ഓൾറെഡി അറിയായിരുന്നല്ലോ? ഇല്ല, ഞാൻ പടത്തിൽ ഇന്നായി കഴിഞ്ഞിട്ട് ആണ് പിന്നെ ഇവര് പറയുന്നത്. അല്ലെ പറയുന്ന വെച്ചാൽ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങള് കല്യാണിക്ക് അച്ഛനെ വേണമെന്ന് പറഞ്ഞ് കുറെ പേര് ഈ പറയുന്ന ക്യാരക്ടർ ചെയ്യാൻ നമ്മൾ കുറെ പേരെ നോക്കി അവസാനം ഷൂട്ട് തുടങ്ങുന്ന ഒരാഴ്ച മുന്നേ ആണ് സൈച്ചൻ വന്നാൽ അടിപൊളിയാണ്. പക്ഷെ സൈച്ചന് ഒരാഴ്ചക്ക് മുമ്പ് വിളിച്ചാൽ സൈച്ചൻ ഫ്രീ ആവുമെന്ന് അറിയത്തില്ലല്ലോ. പക്ഷെ എന്തോ ദിവസമായിട്ട് അത് കിട്ടി. ഭയങ്കര ഭയങ്കര ഹാപ്പി. സൈച്ചൻ വന്നല്ലോ, ഹാപ്പിയാണ്. കാരണം അത് ചെയ്യാനുള്ള ക്യാരക്ടറാണ്. അപ്പൊ അത് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ വന്ന് നമുക്ക് സിനിമയ്ക്ക് ഭയങ്കര ലിഫ്റ്റ് ആവും. അപ്പൊ അത് നമുക്ക് ഭയങ്കര ഭാഗ്യമായിട്ട് അത് കിട്ടി. ബിന്ദു ചേച്ചിയുടെ കാര്യം അതിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമുക്ക് അതും ഈ പറഞ്ഞ പോലെ വേറെ ആർട്ടിസ്റ്റ്, പക്ഷെ അത് ഷൂട്ട് തുടങ്ങിയിട്ടുള്ള ഒരു 1 ദിവസത്തെ ഷൂട്ടേ ഉള്ളായിരുന്നു. വേറെ ആർട്ടിസ്റ്റ് വരാതിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ വേണം എന്നാൽ നമുക്കത് അവിടെ ഉണ്ടായിരുന്നു ലൊക്കേഷൻ. ഞങ്ങള് ആരും വിളിക്കാൻ സ്നേഹത്തിന്റെ പുറത്ത് മാത്രം ചെയ്തതാണ്. പക്ഷെ അത് ഭയങ്കരമായിട്ട് കിട്ടി നമുക്കത്. എന്നോട് വിഷ്ണു പറഞ്ഞു നീ ഒന്ന് വിളിച്ചു നോക്കെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചു. അപ്പൊ എന്നോട് ആദ്യം പറഞ്ഞു മോനെ വേണ്ട, നമുക്കത് കള്ളം പറയാനും പറ്റില്ല, നമ്മുടെ ഹോട്ടലിലുണ്ട്. സിറ്റുവേഷൻ പറഞ്ഞു ഇതാണ് സീൻ, ചേച്ചി വന്നതെന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം പറഞ്ഞു വേണോ മോനെ നമുക്കത്. പിന്നെ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ വിഷ്ണു ഒന്നും കൂടി സംസാരിച്ചു കഴിഞ്ഞപ്പോ പക്ഷെ അത് നമുക്ക് ഭയങ്കര പ്ലസ് ആയി. നല്ല രീതിയിൽ അത് നിങ്ങൾക്ക് കാണുമ്പോ മനസ്സിലാവും അതെന്താന്നുള്ളത്. ഈ സിനിമയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എനിക്ക് തോന്നുന്നു അത് തന്നെ ആയിരിക്കും. കാരണം ഒരു ഫാമിലി ഒരേ, അതായത് അച്ഛൻ, അമ്മ, മകൾ ആ സിനിമയിൽ അത് തന്നെ വരുമ്പോഴേക്കും ആ ഒരു മൊമെന്റിൽ എന്തായിരുന്നു ഫീൽ? എന്റെ ആദ്യത്തെ സിനിമ, അങ്ങനെ ഒരു ഭാഗ്യമാണ്, വലിയൊരു ഭാഗ്യമാണ്. മൊമെന്റ് എന്താ പറയാ, ഒന്നുമില്ല. ആ സീനില് ഞാൻ അധികം വരെ നോക്കാറില്ല. ഞാൻ അഭിനയിച്ചിട്ട് അങ്ങനെ മിണ്ടാണ്ടിരിക്കും. അല്ല ഇതൊക്കെ വിനയം കൊണ്ട് പറയുന്ന നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ആൾക്കാർ കണ്ടിട്ട് പറയട്ടെ. ഈ പറഞ്ഞ പോലെ അല്ല ആക്ച്വലി കല്യാണിയുടെ മൊമെന്റിനെക്കാട്ടിലും സായിച്ചേന്റെ ആദ്യ ഷോട്ട് അവരുടെ വീടായിട്ട് ഷൂട്ട് ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു സീനാണ് എടുത്തിരിക്കുന്നത്. വീട്ടില് നോർമലി പ്രാർത്ഥിക്കുന്ന ഒരു സീൻ എടുക്കുമ്പോൾ സായിച്ചേന്റെ ഫ്രെയിമിൽ വെക്കുമ്പോൾ ബാക്കിൽ കല്യാണി ഉണ്ടെന്നുള്ളത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. നോയിങ്ലി ഓർ അൺനോയിങ്ലി ഇത് സംഭവിച്ചു, അതിൽ നമുക്കൊരു ഫീൽ വരുമല്ലോ. അത് ഷൂട്ട് കഴിഞ്ഞിട്ട് കല്യാണി കാണാൻ പറഞ്ഞപ്പോ അവർക്ക് ആ ഒരു മൊമെന്റ് ഫീൽ ചെയ്യുന്നുള്ളത് നമുക്ക് അന്നേരം ഷോട്ട് കഴിഞ്ഞിട്ട് പറമ്പിലേക്ക് ഓടുമായിരുന്നു ജയിച്ചു. വികാരം അവസാനം നിർത്തപ്പെട്ട പാട് കേക്കൊക്കെ മുറുകിയിട്ടു എന്റെ കരച്ചിൽ നിർത്താൻ ഒന്നും പറയാനില്ല. നിങ്ങൾ പറയുന്ന സീൻ എനിക്ക് തോന്നുന്നു ഫിലിം അല്ല അത് ജയവിഷ്ണു പറഞ്ഞതൊരു റൈറ്റർ എന്ന രീതി. അതായത് നമ്മൾ സാധാരണ അഭിനയിക്കുമ്പോഴല്ല, ഒരു റൈറ്റർ അവര് പേപ്പറിൽ എഴുതുന്ന ഒരു പരിപാടി സ്ക്രീനിൽ ജീവനോടുകൂടി വരുമ്പോൾ ഒരു സന്തോഷം അവർക്ക് നമ്മൾക്ക് നമ്മളെക്കാളും പറഞ്ഞ് അറിയിക്കുന്നതിനേക്കാൾ അവർ സന്തോഷം. അതിലുപരി അങ്ങനെ ഒരു സാധനം വരുമ്പോൾ നമ്മൾ വെറുതെ തമാശ പറഞ്ഞതേ ഉള്ളൂ. അവന്റെ അല്ല കുരിശുണ്ട്, കർത്താവുണ്ട്, ഇതുണ്ട്, കല്യാണിയുണ്ട് എന്ന് പറയുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം. അതുകൊണ്ട് പറഞ്ഞു പുള്ളി പറയാൻ പറ്റിയില്ലെന്നൊരു വിഷമം. അതല്ലടാ നീ പറയണേ കുരിശുണ്ട് കല്യാണിയുണ്ടെന്നൊക്കെ പറഞ്ഞു അവിടെന്നാ വന്നാ ഞാൻ പറഞ്ഞത് ഇപ്പൊ ചിലപ്പോ അങ്ങനത്തെ ചില കാര്യങ്ങൾ ഇപ്പൊ അതൊരു ഭയങ്കര ഭാഗ്യമായിട്ടുള്ള കാര്യമല്ലേ. ഇപ്പൊ ഈ പറഞ്ഞ പോലത്തെ അത് ഭയങ്കര നമ്മള് തമാശകൾ പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ കല്യാണിക്കും അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. തീർച്ചയായിട്ടും ഫ്രെയിമിൽ അങ്ങനെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. കാരണം നമ്മള് സിനിമയില് ശരിക്കും സിനിമയിൽ എപ്പോഴും പ്രാർത്ഥനയോടെയാണ് എല്ലാ എന്താ പറയാ, നമ്മളിപ്പോ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മളൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥനയാണ്.
അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ലൈഫിൽ ജോലി സ്പേസുകളിലൊക്കെ ഇപ്പൊ ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയാം, പിന്നെ ഒരു സ്ഥലത്തൊരു പ്രാർത്ഥനയൊന്നുമില്ല. ഒരു മോർണിംഗ് ഒരു വിശ്വാസം അല്ല നമ്മള് വർക്ക് ചെയ്ത സ്പേസിൽ വേറെ സ്ഥലത്ത് അങ്ങനെയല്ലേ? ഇല്ല, ചിലപ്പോ വണ്ടി ഓടിക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ സിനിമയിൽ അങ്ങനെയല്ല. സിനിമയിൽ എല്ലാ ദിവസവും രാവിലെ വർക്ക് തുടങ്ങുമ്പോൾ നമുക്കൊരു പ്രാർത്ഥന ഇല്ല. അതങ്ങനെ ഒരു സാധനമല്ലേ. നമ്മളിപ്പോ ഇന്ന് പ്രമോഷൻസ് തുടങ്ങി, പക്ഷെ സിനിമയിലുണ്ടല്ലോ. അപ്പൊ അങ്ങനെ അതിനെ വലിയ കാര്യമായിട്ട് കാണുന്ന കാരണം കൊണ്ടാണ് അത് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഇവന്റ് വയ്ക്കുകയും നമുക്ക് എപ്പോഴും അത് വലിയ കാര്യമാണ്. എല്ലാവരും കുറച്ച് അത് ഭയങ്കര ഇതായിട്ട് കാണുന്നതാണ്. അതാണ് അതിനെ വലിയൊരു കാര്യമായിട്ട് പറഞ്ഞത്. ശരിയാണ്, അത് ചിന്തിച്ചിട്ടില്ലേ? വേറെ ജോലികളില്ലല്ലോ, നമ്മളുടെ മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന ക്യാമറയ്ക്ക് അതും ആരൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഒരു ഇതിലോട്ട് വരുന്നത് പല വിശ്വാസങ്ങളുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ ആ ഒരു 200 ആള് 250 ആള് നിൽക്കുന്ന അല്ലെങ്കിൽ 100 ആള് എത്രയാണെങ്കിലും അത് ഒറ്റ പോയിന്റിൽ നിൽക്കുന്നത് സിനിമയിലായിരിക്കും തോന്നുന്നു. എന്നും പൂജ എന്നൊക്കെ പറയുന്നത് വലിയ കാര്യം. ക്യാമറ പൂജിച്ച് പക്ഷെ ഭയങ്കര ടെൻഷനാണ്. ചിലപ്പോ നമ്മൾ പറയാം ഇക്ക ഒന്ന് തിരികെ എന്താന്നറിയോ, ചിലപ്പം അന്ന് നമ്മൾ തിരികെ എത്തിക്കുമ്പോഴേക്കും ആളുടെ ഇതാന്ന് പറഞ്ഞു പോയാലോ. ഇപ്പൊ കൊറേ നാൾക്ക് ശേഷമല്ലേ നിവിൻ ചേട്ടൻ്റെ കൂടെ ഒരു സിനിമ, എങ്ങനെ ഉണ്ടായിരുന്നു? ശേഷം ഞണ്ടുകൾ 10 വർഷമായി. നിവിന്റെ കൂടെ സിനിമ ചെയ്യാൻ അത്ര സമയം എടുത്തു പോലും ആ സിനിമയിലേക്ക് എത്തി. ഞങ്ങളൊരു ഇവന്റിൽ ഇരിക്കുമ്പോഴാണ്, അതിന്റെ ട്രെയിലർ ലോഞ്ചിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ചോദിച്ചത് ചേട്ടാ നമ്മള് ഞണ്ട് കഴിഞ്ഞിട്ട് ചെയ്തില്ല അല്ലേ? പക്ഷെ 1-2 സിനിമകൾ വന്നായിരുന്നു. അപ്പൊ ആ സിനിമകൾ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്യാപ്പ് വരില്ല. 1-2 സിനിമകൾ നമ്മള് നിവിന്റെ സിനിമകളിൽ നിന്ന് എന്നെ വിളിച്ചിട്ടായിരുന്നു. അപ്പൊ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അത് എന്താ പറയാ, ഇങ്ങനൊരു സാഹചര്യം 10 വർഷത്തിന് ശേഷം ആ പഴയ അവസ്ഥയിലല്ലോ, വേറൊരു സിറ്റുവേഷനിൽ നിന്ന് അഭിനയിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. പക്ഷെ നമ്മൾ ആ സിനിമ കാണുന്ന സമയത്താണെങ്കിലും പഴയ പ്രേമത്തിലാണെങ്കിലും ഞണ്ടുകളുടെ നാട്ടിലെ ആ നിങ്ങളുടെ ഒന്നുമില്ല, എക്സാക്ട് എനിമീസ് ഭയങ്കര സന്തോഷമാണ്. അത് വർക്കാവൂ എന്നുള്ളത് നമുക്ക് എപ്പോഴും ടെൻഷൻ. അത് ഭയങ്കരമായിട്ട് വർക്ക്. ഞങ്ങൾ ഒരു മൊമെന്റിൽ മറന്നുപോയി, ഇവർ ഇത്ര നാൾക്ക് ശേഷം വന്നതാണല്ലോ എസ്പെഷ്യലി ആ ലാസ്റ്റ് പോകുന്ന സംഭവങ്ങളൊക്കെ. അപ്പൊ മധുവിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ഒരു കോമഡി മൂവിയാണ്, ഫാമിലി മൂവിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞങ്ങള് വിഷുവിന് ഞങ്ങൾക്കൊരു വിഷു കൈനീട്ടം ഒരു എന്റർടൈനർ പടമാണ്. നിങ്ങൾ പൈസ ചെലവാക്കി തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന, അല്ല ഒരു ഫാമിലിയെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു അച്ഛനോ അമ്മയ്ക്കോ ഒരിക്കലും വിഷമിക്കേണ്ട ഒന്നും ഉണ്ടാകത്തില്ല. അടിപൊളി ഹാപ്പി ആയിട്ട് മക്കളെ ഇതാ ഞങ്ങളുടെ കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞ് 2 മണിക്കൂർ 5 മിനിറ്റ് ഫുൾ ഓൺ എന്റർടൈൻമെന്റ്. ഷർഫുദ്ദീന്റെ വിഷുക്കൈ. എന്നാലും ഞാൻ സ്പീഡിൽ പെട്ടെന്ന് ക്വിക്ക് ആയിട്ട് ഒരു കുഞ്ഞ് റാപ്പിഡ് ഫയർ സഞ്ജുവിന്റെ ഇവിടെ തുടങ്ങാം. മധുവിതയില് ഏതെങ്കിലും ഒരു സീനിൽ റിയൽ ലൈഫ് ഇൻസിഡന്റ് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ? എത്ര സീൻസില്? എല്ലാവർക്കും വിഷുക്കായി നീട്ടാം. സർപ്രൈസ് ആണല്ലോ. താങ്ക് യു. സ്ഥാനിക്കൊക്കെ കൊടുക്കൂ ചേട്ടാ, നമ്മൾ ഇത്ര നേരം ഇന്റർവ്യൂ ചെയ്തു. താങ്ക് യു. നമുക്ക് ചുറ്റും കണ്ടിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ക്യാരക്ടർ ട്രേറ്റ്സ് നമുക്ക് അറിയാവുന്ന പ്രത്യേകത ഉണ്ട്. അദ്ദേഹം ജോലി ചെയ്ത് എവിടെയാണെന്ന് അപ്പൂപ്പന്റെ 2 മക്കളുടെ പേര്
ടീസറിൽ നിന്ന് കണ്ടുപിടിച്ച് പറയുന്ന ആൾക്ക് ഷറഫുദ്ദീൻ വക അതായത് അച്ഛന്റെ പേര് രാജ്കുമാർ എന്ന് പറയുന്നുണ്ട്. പറയല്ല ക്യാൻസൽ ചെയ്തിട്ടോ എല്ലാം ക്യാൻസൽ ചെയ്തു. അല്ല ടീസർ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. ആൾക്കാർക്ക് ഇത് കാണാമല്ലോ. ഓക്കെ, ഷറഫൊക്കെ ചെയ്ത ഏതെങ്കിലും ക്യാരക്ടേഴ്സ് അവരെ നേരിട്ട് കണ്ടിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ ചാൻസ് കിട്ടുവാണെങ്കിൽ ഏത് ക്യാരക്ടറിനോട് എന്ത് ചോദ്യം ചോദിക്കും? അത് പക്ഷെ പറഞ്ഞ ട്വിസ്റ്റ് പോവില്ല. ഇതില് പറയണ്ട. വേണ്ട. പക്ഷെ ഞാൻ എന്റെ ആ ക്യാരക്ടറിനോടോ ചോദിക്കണമെന്നുണ്ടോ? അവസരം തരാം. അത് ഒരു മിനിറ്റ്. മധുര മനോരമത്തിലെ ക്യാരക്ടർ പുള്ളി അത് അത്രയും എങ്ങനെയാണ് ഇപ്പൊ സാധാരണ ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടിക്ക് അങ്ങനത്തെ ഒരു റിലേഷനും പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാല് അത് ഭയങ്കര വേറൊരു രീതിയിലാ പൊട്ടിത്തെറിച്ച് ഡീൽ ചെയ്യുക. അവിടെ ഇത്രയും മെച്യൂരിറ്റിയിൽ ആ ഒരു സ്നേഹവും അല്ലെങ്കിൽ അയാളുടെ വിഷമവും ഒക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തതെന്ന് ചോദിക്കും. മീൻസ് സിനിമയിൽ അത് കാണിക്കുന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ട് ആ റൂമിൽ നിന്ന് പോയിട്ട് അയാൾ എന്താ ചെയ്തെന്ന് ചോദിക്കും. ചിലപ്പോ അയാളുടെ കാരണം അത് ഞാൻ ഇവനോടും പറയാറുണ്ട്. അവിടെ അത് പാളിയ സിനിമ പോയി. അത് എങ്ങനെ വേണമെങ്കിലും പെരുമാറും. കല്യാണം കഴിഞ്ഞിട്ട് ഫോൺ ചെയ്യോ. അപ്പൊ അവിടെ ആ ഒരു ഇതുണ്ടല്ലോ, അതും ഏറ്റവും മിനിമലുമാണ്. പക്ഷെ സാധാരണ നാട്ടില് ചില ആൾക്കാർ അത് വരുമ്പോ അടിയിടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഇതല്ല അനിയത്തിയോടുള്ള സ്നേഹം അങ്ങനെ തന്നെ നിർത്തിയിട്ട് അയാൾ അത് ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കുറച്ച് വാക്കിൽ ഇവരെ റിയലായിട്ട് കണ്ടാലും നമ്മൾ ചോദിക്കുന്നത് അത് എങ്ങനെയാ ഹാൻഡിൽ ചെയ്തതെന്ന്. ഞങ്ങൾ അത് എടുത്ത സമയത്ത് തന്നെ ഏറ്റവും എഴുതാൻ ടെൻഷൻ ഉള്ള സീനാണ്. കാരണം ഏറ്റവും ക്രൂഷ്യൽ മൊമെന്റിലെ സീനാണ്. അത് അധികം അങ്ങോട്ട് പാളിയ ഹാർട്ട് ഓഫ് ദ സീനാണ്. പടം എൻഡ് ചെയ്യേണ്ട സമയമായി. അങ്ങോട്ട് പാളിയ തീർന്നു, ഇങ്ങോട്ട് പാളിയ തീർന്നു. ഭയങ്കര ടെൻഷനുള്ള സീനായിരുന്നു. പക്ഷെ സ്റ്റെഫി അടിപൊളിയായിട്ട് എടുത്തു, ഷർഫൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു, രജിഷ അടിപൊളിയായിട്ട് ചെയ്തു. മൊത്തത്തിൽ ആ രണ്ടുപേരുടെ ബിന്ദു ചേച്ചി അതിന് വെളിയിൽ നിന്ന് അടിപൊളിയായിട്ട് സഞ്ജു ആ സീനെ പൊളിച്ചോളാം. സഞ്ജു വെളിക്കട മാലയും കൊണ്ട് പാത്രം കൊണ്ടൊക്കെ ഒരു നേരം പോയതായിരുന്നു. കല്യാണിന്റെ അടുത്താണ്. ഓക്കെ, റിയൽ ലൈഫിൽ എപ്പോഴെങ്കിലും ബിന്ദു ചേച്ചിയുടെ ഏതെങ്കിലും ഒക്കെ ഡയലോഗ്സ് യൂസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും? അയ്യോ ഉണ്ടാവും കൊറേ, കൂടുതലും മറ്റേ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രങ്ങളൊക്കെ തന്നെ. ഏതാ? ഇഷ്ടം പോലെ എന്തോരം സ്കൂൾ ഡ്രിങ്ക്സ് ഒക്കെ സ്ഥിരമായിട്ട് വരുന്നു. ബ്രോയിലറായി എപ്പോഴും യൂസ് ചെയ്യും. എന്തോരം വേർഡ്സ് ആണ് അതിനകത്ത് അമ്മേനെ തന്നിരിക്കുന്നത്. ഞങ്ങളുടെ സേഡിമൂസല ഡയലോഗ് അയ്യോ മിക്സ് ഓ മറ്റേ ഇത് ഉണ്ടായിരുന്നു. അല്ല, ഇതിന്റെ ആൻസർ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടല്ലേ പറയണ്ട. ബന്ധപ്പെട്ട് എന്ത് പറയാ, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലല്ലോ. ചോദിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നെന്തായാലും ഏപ്രിൽ ഫുൾ ഡേ ആണല്ലോ. അങ്ങനെയുണ്ടോ? അത് കളറാട്ടാ നോക്ക്. ഇല്ല, ഞാൻ ചെലവാക്കില്ല, ഞാൻ സൂക്ഷിച്ചു. പ്രശ്നമാണ് മറിയണോ അല്ലെങ്കിൽ പണിയാ നോക്കി വെക്കാൻ പാടില്ല. പിന്നെ അത് പ്രത്യേകിച്ച് നല്ല കാര്യങ്ങളൊക്കെ അത് വേണമെങ്കിൽ ഒരേ കളർ ഡ്രസ് ഷറഫൊക്കെ എപ്പോഴെങ്കിലും ലൈഫിൽ ഏപ്രിൽ ഫുൾ ആരെങ്കിലും ഇങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരു ഇൻസിഡന്റ് ചെയ്തത് ഭയങ്കര അബദ്ധമായി, അത് ഭയങ്കര പ്രശ്നമായി, നാട്ടില് പ്രശ്നമായി എന്നൊക്കെ പറയുന്നത്. നാട്ടില് പ്രശ്നമായോ? അല്ല അങ്ങനെയല്ല, കൂട്ടുകാരനെ വെച്ചതാണ്. പക്ഷേ പറ്റുമ്പോൾ കൂട്ടുകാരന്റെ മമ്മി ആയിപ്പോയി. അപ്പൊ അത് ഭയങ്കര പ്രശ്നമായി പോയി. അങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി വെച്ചാണ്. പക്ഷെ അത് അങ്ങനെ പെട്ടുപോയി. അപ്പൊ അതിനുശേഷം ഞാൻ ഒരിക്കലും ഏപ്രിൽ ഫുൾ പരിപാടിക്ക് പോയിട്ടില്ല. റിയൽ ലൈഫിൽ ഒരു മധുവിധു സെലിബ്രേറ്റ് ചെയ്യാൻ ഇപ്പൊ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ എവിടെ പോകും? ഞാൻ എന്റെ വീട്ടിൽ പോകും. ഒരു സ്ഥലം സ്വിറ്റ്സർലാൻഡ്. എന്താ? നല്ല രസം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്വിറ്റ്സർലാൻഡിൽ അവിടെ മരുഭൂമിക്കുണ്ടല്ലോ, അത് കാണാൻ വേണ്ടി. അതുകൊണ്ട് സ്വിറ്റ്സർലാൻഡ്. സഞ്ജയടാ, അതെങ്ങനെ ഇരിക്കണമെന്ന് കാണാം. കല്യാണിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒരു ദിവസം ഹാൻഡിൽ ചെയ്യാൻ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ ഫസ്റ്റ് എന്തായിരിക്കും? അല്ല,
എന്ത് ചെയ്യും, എന്ത് നോക്കും? ഇൻബോക്സ്, മെസ്സേജസ്, മറ്റേ നോട്ടിഫിക്കേഷൻസ്, പേയ്മെന്റ്. അന്ന് അപ്പൊ തന്നെ സ്റ്റോറിയിടും പ്ലീസ് സബ്സ്ക്രൈബ് ഫസ്റ്റ് പേര് മാറ്റും, സഞ്ജു ലക്ഷ്മി ആക്കും. ഓക്കെ. അപ്പൊ എന്നാലും സമയത്തിന് പരിമിതി മൂലം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. മധുവിധു എപ്പോഴത്തെയും പോലെ തന്നെ നിങ്ങളുടെയൊക്കെ ആ ഒരു ലക്കി കോംബോ വർക്കൗട്ട് ആവട്ടെ. സിനിമ വളരെ വലിയൊരു വിജയമാവട്ടെ. ഒരുപാട് ദിവസങ്ങൾ തിയേറ്ററിൽ ഓടട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ഹാപ്പി വിഷു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.